നമ്മൾ നിൽക്കുന്നത് ചൂരൽമലയിലെ നീതുവിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അല്ലേ. ഇവിടെ എല്ലാം പോലീസുകാരൊക്കെയാണ്. നീതുവിൻ്റെ പടമാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഫുള്ള് റെസ്ക്യൂവിന് വന്ന പോലീസുകാരും മിലിറ്ററിക്കാരും ഒക്കെയാണ്. നമ്മൾ നിൽക്കുന്നത് നീതുവിൻ്റെ ചർച്ചിൻ്റെ അടുത്താണ്. അതായത് ചൂരൽമലക്കാർക്ക് ഇന്ന് നീതു എന്ന് പറയുന്ന പേര് വളരെ സുപരിചിതമാണ്. ഇന്ന് ഏകദേശം 40 പേരോളം, അതിൽ കൂടുതലാണെന്ന് കേൾക്കുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ആളുകളെ രക്ഷിച്ചിട്ട് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ ഒരു ധീരതയുണ്ട് ഈ ചൂരൽമലക്കാർക്ക് പറയാൻ. അവരെപ്പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളാണ്. പുള്ളിക്കാരി അവസാനം ആദ്യത്തെ പൊട്ട് കഴിഞ്ഞ ശേഷം വീട്ടിലെല്ലാവരെയും വിളിച്ച് കയറ്റി ഉടുക്കാൻ തുണിയും കൊടുത്ത്, അതുപോലെ തന്നെ ചായ ഇട്ട് കൊടുത്ത് അവസാനം സ്വന്തം കെട്ടിയവൻ്റെ കരങ്ങൾ കൂട്ടിച്ചേർത്ത കരങ്ങളിൽ നിന്നാണ് മരണത്തിലേക്ക് ഇറങ്ങിയെന്ന് പറയുമ്പോൾ വളരെ സങ്കടമുണ്ട് ചൂരൽമലക്കാർക്ക്. ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചൂരൽമലയും മുണ്ടക്കയും അങ്ങനെ മലയുടെ പല ഭാഗത്തും നമ്മൾ കറങ്ങി. വളരെ വേദനയോടുകൂടിയാണ് ഈ യാത്ര ഫുള്ള് ഞാൻ ചെയ്തത്. കാരണം ഒരു ജനത, പലരും ഇവിടെ വന്നു പോകുന്നു, കാണുന്നു, കേൾക്കുന്നു, പോകുന്നു. പക്ഷെങ്കിൽ അവരുടെ ആ ഒരു വേദനയുള്ളവനെ വേദനയുടെ ആഴം അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ നിൽക്കുന്ന ആ പള്ളിയുടെ ഭാഗത്താണ്. തൊട്ട് താഴെയാണ് ഈ പള്ളി, കണ്ടില്ല ആ പള്ളി. എന്തായാലും അതോടൊപ്പം ഇവിടുന്ന് ഒരുപാട് വാളണ്ടിയർ ഗ്രൂപ്പായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് ഗ്വാളിയാറിൽ നിന്ന് പരിചയപ്പെട്ടാണ്, അദ്ദേഹമൊക്കെ വന്നിട്ടുണ്ട്. അവിടുന്ന് BSFൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി റിലേറ്റ് ചെയ്തിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവരുടെ കൂടെ കുറേ 10-15 പേരോളം. ഇപ്പോൾ ഇവിടെയാണ് അദ്ദേഹത്തിനെ മറവ് ചെയ്തിരിക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥെന്ന് വചനം പറയുന്ന പോലെ ഹൃദയം നുറങ്ങിയവർക്ക് ദൈവം സമാധാനിപ്പിക്കട്ടെ എന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വേദന കൊണ്ട് നമ്മൾ ഇനിയും നീതുവിൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണിക്കണം. കാരണം ഒരു ജീവിതകാലം മൊത്തം ഒരു അതായത് നമ്മുടെ ആയുഷ്കാലം മൊത്തം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മളെയും കൊണ്ട് പോകുന്ന ഒരവസ്ഥ ആണ് ചൂരൽമലക്കാർക്ക്. ചൂരൽമലയിലുള്ള ഇവിടെ ഒരു ചേച്ചി പറയുന്നത് കേട്ടു, ഇവിടുന്ന് ബസ് പോകുമ്പോൾ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന ഫീലാണ് ഇവിടുന്ന് ബസ്സിൽ പോകുമ്പോൾ. കാര്യം അതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി, ജാതി മത ഭേദമെന്നില്ലാതെ, മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ ഇല്ലാതെ ഒറ്റക്കെട്ടായിട്ട്, രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ, യൂത്ത് കോൺഗ്രസ് എന്നോ DYFക്കാരെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ BJPക്കാരെന്നോ യുവമോർച്ചക്കാരെന്നോ അങ്ങനെ ഒരു രീതിയിൽ ഒരു ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ചൂരൽമലക്കാരും. അതായത് മുണ്ടക്കൈ ആയാലും അതിന് മേളിലോട്ടുള്ള ഓരോ സ്ഥലങ്ങളും, 900 കണ്ടി ആയാലും ഇതിന് മുന്നേ പലതവണ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. അപ്പോൾ ഇവിടെ ജനത ഇപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ധീര വനിത കാണിച്ച ആ ഒരു ധീരത സത്യം പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തതാണ്. വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. പറയാൻ വാക്കുകളില്ല. എന്തായാലും മുന്നോട്ട് പോവുകയാണ്. ഫാദർ, ചൂരൽമലയിലായിട്ട് എത്ര നാളായി ഫാദർ? ഞാനിപ്പം 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷത്തിൽ നമ്മളിപ്പോൾ വളരെ വേദനാജനകമായിട്ടൊരു കാര്യം, ചൂരൽമലയിലെ ഏകദേശം ഒരു 40ഓളം പേരെ രക്ഷിച്ച നമ്മുടെ നീതുവിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നീതുവിൻ്റെ ശവക്കല്ലറ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെയായിരുന്നു നടക്കുമല്ലേ? ശനിയാഴ്ചയായിരുന്നു. ഓക്കെ, വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. എന്താണ് ഫാദർ നീതുവിനെ പറ്റി പറയാനുള്ളത്? നീതു നല്ലൊരു മിടുക്കി കുട്ടിയാണ്. അപ്പം 30 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. അപ്പോൾ എല്ലാവരോടും മുമ്പിൽ പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ് നീതുവിൽ നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്നങ്ങ് പറയുകയും ഒക്കെ ചെയ്യും. എന്നാലും എല്ലാ കഴിവുകളും കൊണ്ട് സമ്പന്നയായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മകൾ എന്ന് വേണമെങ്കിൽ അവളെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആശുപത്രിയിലെ ഉത്തരവാദിത്തങ്ങളാണെങ്കിലും പള്ളിയിൽ എന്ത് കാര്യം ഏൽപ്പിച്ചാലും എല്ലാറ്റിനും തയ്യാറായിരുന്നു നീതു. ഒപ്പം തന്നെ എല്ലാവിധ കഴിവുകൾ, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ, അങ്ങനെ എല്ലാവിധ കഴിവുകളും നീതുവിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെയൊക്കെ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഒരു എനർജിയാണ് നീതുവിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ ഉറപ്പാക്കുന്ന നല്ലൊരു സുഹൃത്തായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു സഹോദരിയായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അമ്മയായിരുന്നു. അപ്പോൾ അങ്ങനെ നീതു എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു. രാത്രിയിലെ ദൈവത്തിൻ്റെ നിയോഗമായിട്ട് കാണുകയാണ്. കാരണം ഉരുൾപൊട്ടിയ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അത് വലിയൊരു ഫോറസ്റ്റിലാണ് പൊട്ടിയിട്ടുള്ളത്. ഫോറസ്റ്റിലാണ്. അത് നേരെ വന്നായിരുന്നെങ്കിൽ കുറച്ച് സ്ഥലം മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ.
ആണ്. പക്ഷേ അത് വന്ന വഴി എന്ന് പറയുന്നത് ആൾതാമസമുള്ള വഴികളിൽ കൂടി തന്നെയാണ് വന്നത്. അത് തീർച്ചയായിട്ടും ഇത്രയധികം ആൾക്കാരെ എടുത്തുകൊണ്ട് പോകാൻ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്ലാനഡ് ആയിട്ട് വന്ന ഒരു സംഭവം പോലെയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം വീട് താമസിച്ചിരുന്ന ആ ഭാഗത്തല്ല ഇപ്പോൾ പുഴയാണ്, റോഡും അതിൻ്റെ അപ്പുറത്തായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ വല്ലാത്ത ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ അത് മാറ്റിമറിക്കാനായിട്ട് ഈ വലിയ ഒരു ഉരുൾപൊട്ടൽ കാരണമായിട്ട് തീർന്നു. അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ നിയോഗമായിട്ട്, ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് കാണുക. അതാണ് വിശ്വാസത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. സംഭവം അച്ഛൻ ഓർക്കുന്നുണ്ടോ? അന്ന് രാത്രിയിലെ സംഭവം ആ ഭാഗത്തുള്ള പലരും എന്നെ വിളിച്ചു. ഏകദേശം 1:30 മുതൽ കോളുകൾ എനിക്ക് വരുന്നുണ്ടായിരുന്നു ഫോണിലേക്ക്. അപ്പോൾ ഈ വലിയ ഒരു നമ്മുടെയൊക്കെ ചങ്ക് തകർക്കുന്ന ഒരു ഉരുൾപൊട്ടൽ അത് പല ഘട്ടങ്ങളിലായിട്ട് വന്നതുകൊണ്ട് തന്നെ കുറേ പേർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. 3 പ്രാവശ്യമായിട്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആദ്യത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് ഒരു വാണിംഗ് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അത് ചെറിയ ഒന്നായിരുന്നു. അതിൽ നിന്നും കുറേ പേർക്കൊക്കെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചിരുന്നു. ജോജോയും ഒക്കെ വിളിച്ചപ്പോൾ അവർ സേഫാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നാൽ വീണ്ടും 2ാമത്തെ 3ാമത്തെ ഉരുൾപൊട്ടൽ വന്നപ്പോഴത്തേക്കുമാണ് കുടുംബം മൊത്തം വലിയ അപകടത്തിലേക്ക് മാറിയത്. അങ്ങനെയാണ് അവരുടെ ഇടയിൽ നിന്നുമൊക്കെ നീതുവും ഈ ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകാനായിട്ടാണ് വന്നത്. വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ്. എത്ര പേരോളം ഏകദേശം അന്നാ രാത്രിയിൽ ഉണ്ടായിരുന്നു കൂടെ എന്നൊന്ന് എക്സാക്റ്റ്? നീതുവിൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും ഒപ്പം തന്നെ ഹസ്ബൻഡ് ജോജോയും കുട്ടിയുമാണ് ഉള്ളത്. ഈ ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ ഇവരാണ് എല്ലാവരെയും വിളിച്ചറിയിച്ചത്. അങ്ങനെ ഇവരെ വിളിച്ച് പറഞ്ഞ് രക്ഷപ്പെട്ട ഒത്തിരിയധികം വ്യക്തികളുണ്ട്. തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടവരാണ്. എന്നാൽ പോലും ഇവർക്കും വേണമെങ്കിൽ മാറാമായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഇവരുടെ വീട്ടിലേക്കാണ് ഓടി വന്നത്. അയൽവാസികളെല്ലാം, തൊട്ടടുത്തെല്ലാം വീടുകളുണ്ട്, അവരെല്ലാവരും ഇവരുടെ വീട്ടിലേക്കാണ് ഓടി വന്നത് അഭയം പ്രാപിച്ചുകൊണ്ട്. 2 വഴിക്കും വെള്ളം ഒഴുകുമ്പോൾ എല്ലാവരും കടന്നു വരുമ്പോൾ ഇവർക്ക് നോ പറയാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അവരെല്ലാവരും ഇവതാണ് സേഫ് എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും സ്വീകരിച്ചു. അങ്ങനെ 10-40ഓളം പേര് അവരുടെ വീട്ടിലുണ്ടായിരുന്നു. വന്നപ്പോൾ പുള്ളിക്കാരി ചായ ഇട്ട് കൊടുത്തു എന്തോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഇവർ സേഫാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ വീണ്ടും 2ാമതും ഉരുൾ പൊട്ടിയപ്പോൾ അത് വീട്ടിലെല്ലാവരെയും ഉയർത്തിക്കൊണ്ടുപോയി, വെള്ളം നിറഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ് ഒരു വീടിൻ്റെ ഒരു ഭാഗം, ഒരു മുറിൻ്റെ ഭാഗം തന്നെ എടുത്തുകൊണ്ട് പോയി. അക്കൂട്ടത്തിൽ നീതുവും ഒക്കെ പെട്ടുപോയത് അറിയുന്നു. അങ്ങനെ എല്ലാവരും രക്ഷിച്ച് അവരെ പുറത്തെത്തിച്ചപ്പോഴും ഈ സാരിത്തുമ്പൊക്കെ വലിച്ചു നീട്ടിയാണ് അവർ അങ്ങനെ രക്ഷാകർമ്മം. ഈ രാത്രിയിൽ രക്ഷാപ്രവർത്തനമൊന്നും അന്നേരത്തേന് ചെല്ലാൻ പറ്റുമോ? അതോ നമുക്ക് ഇവിടുന്ന് ആർക്കും അങ്ങോട്ട് എത്തപ്പെടാനായിട്ട് സാധിക്കുക. കാരണം റോഡ് മൊത്തം ബ്ലോക്കായി, മരം വീണ് കല്ല് വീണ് അങ്ങോട്ടൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റുകയില്ല. സ്കൂൾ റോഡാണ് അവരുടെ വീട്ടിലേക്കുള്ള വഴി, അതെല്ലാം നിറഞ്ഞു കിടന്നു. പിന്നെ നമുക്കറിയാം ഫയർ ആൻഡ് റെസ്ക്യൂ ഒക്കെ എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുകയില്ലായിരുന്നു, വെളിച്ചമില്ലായിരുന്നു. അതെല്ലാം വലിയൊരു തടസ്സമായിട്ട് മാറി. പിന്നെ എപ്പോഴാണ് അറിഞ്ഞത് നീതു മിസ്സിംഗ് ആണെന്ന്? ഏകദേശം 4 മണിക്ക് ശേഷം ജോജോയിനെയും നീതുവിനെയും ഒക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഫോൺ കിട്ടുന്നില്ല. അപ്പോൾ തന്നെ ഇവിടുത്തെ ടവർ എല്ലാം ഇതായി, അതാ നിശ്ചലമായതോ? ടവറിന്റെ അല്ല, അത് അവർ അപകടത്തിൽപ്പെട്ടത് കൊണ്ടാണ്. അവർക്ക് പിന്നെ മുറിയിൽ നിറയെ വെള്ളമായി. പിന്നെ അവർ അപകടത്തിൽ, കാരണം അത്രയും നേരം 3:45-3:30ഓളം സമയം അവർ സേഫ് ആണെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വിളിക്കുമ്പോൾ അവരെ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തോ അപകടത്തിലാണ് എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അതും അന്നേരത്തേക്ക് നമുക്ക് വലിയൊരു ആദ്യം ഉണ്ടായിരുന്നു എന്ത് സംഭവിച്ചെന്നുള്ളത്. പിന്നെ അത് തിരിച്ചറിയുന്നത് ഏകദേശം 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവരിവിടെ പള്ളിയിലേക്കാണ് എല്ലാവരും രക്ഷിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ ജോജോയും മറ്റു കുടുംബക്കാരും എത്തിയപ്പോഴാണ് നീതു നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു വലിയ ദാരുണമായിട്ടുള്ള ദുഃഖ സംഭവം നമ്മൾ ഇവിടുന്ന് ഏകദേശം 9 പേരെന്നാണെന്നോ നോട്ടീസ് ബോർഡിൽ കാണുന്നത്. അല്ലാതെ വേറെ ആരെങ്കിലും മിസ്സിംഗ് ആയിട്ട് വല്ലതും? നമ്മുടെ ഇടവകയിൽ നിന്ന് 8 പേരും ഒരാൾ ഗസ്റ്റ് ആയിട്ട് വന്ന അങ്ങനെ 9 പേരാണ് ആകെ മരിച്ചിട്ടുള്ളത്. അവരെല്ലാവരെയും കിട്ടിയോ? നമുക്ക് 7 പേരെ നമ്മൾ അടക്കം ചെയ്തു. ഇനി നമുക്ക് 2 പേരും കൂടി ഇപ്പോഴും മിസ്സിംഗ് ആണ്. അവരുടെ വീടിൻ്റെ അടുത്ത് ഇന്നും ഇപ്പോൾ തെരച്ചിൽ ഞങ്ങൾ നടത്തിയിട്ടാണ് ഇപ്പം വരുന്നത്. ഇപ്പോഴും അവിടെ ഹിറ്റാച്ച് അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോഡി ഇതുവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ചൂരൽമല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഈ ഒരു വയനാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിപത്താണ് ഈ ഒരു സംഭവം എന്ന് വേണേൽ പറയാം. ചൂരൽമലയുമല്ല, വയനാടുമല്ല, എനിക്ക് തോന്നുന്നു കേരളവും ഇന്ത്യയും ഒരുപക്ഷെ ലോകത്തിൽ പോലും ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ, ഒരുപക്ഷെ ഇത്ര ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ജീവൻ നമുക്ക് നഷ്ടമാകുന്നത് നിലവിളി ഉയർന്ന ഒരു സംഭവം. എല്ലാവരും പലരും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയായിരുന്നു ആ സമയത്ത്.
അത് ജാതിമത ഭേദമന്യേ അവർ വിശ്വസിക്കുന്ന ദൈവത്തെയാണ് ഓരോരുത്തരും വിളിച്ച് പറയുന്നതെന്നാണ് അയൽവാസികളൊക്കെ ഇതിപ്പോൾ നമുക്ക് കേൾക്കാൻ. വളരെ സങ്കടത്തോടുകൂടിയാണ് നമ്മൾ ഈ നീതുവിൻ്റെ ശവകുടീരത്തിനടുത്ത് നിൽക്കുന്നത്. അതായത് അച്ഛനോട് പറഞ്ഞ വാക്കുകൾ, അച്ഛൻ്റെ വാക്കുകളൊക്കെ വളരെ വേദനിക്കുന്നത്. കാരണം അതുപോലെ ആക്റ്റീവായിട്ട് നിന്ന ഒരു വ്യക്തി ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏകദേശം 40ഓളം ജീവനുകൾ നിലവിളിച്ചപ്പോൾ കൂടെ ചേർത്ത് നിർത്തി ഒടുവിൽ പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ വളരെ സങ്കടമുണ്ട് ഇന്ന് ഈ ഇവിടെ നിന്ന് ഇങ്ങനൊരു ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ വിഷമതയോടുകൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കെട്ടിപ്പിടിച്ചാലും ഒരൊറ്റ രാത്രി കൊണ്ടെല്ലാം പോകുമെന്ന് മനസ്സിലാക്കുക. പ്രബുദ്ധ കേരളമേ. കാണാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ.